പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ ഇരട്ടി മധുരം പൊടിക്കുക, അല്ലെങ്കിൽ പൊടി കിട്ടും അതിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഉണക്കി പൊടിക്കാവുന്നതാണ്. അത് പൊടിച്ചിട്ട് തേനും നെയ്യും കൂടിയിട്ട് തേനും നെയ്യും സമം എടുത്തിട്ട് ചാലിച്ചിട്ട് ദിവസവും 1 സ്പൂൺ എന്ന രീതിയിൽ കുട്ടികളിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കാവുന്ന ഒരു ഔഷധമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് നല്ലൊരു ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണർവും ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യവാനായിരിക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് തഴുതായ്മയെ പറ്റിയിട്ട്. ഈ തഴുതായ്മ എന്ന സസ്യത്തെ പറ്റിയിട്ട് പൊതുവെ മിക്കവർക്കും അധികം പേർക്ക് അറിയുണ്ടാവില്ല. എന്നാലും പൊതുവെ പണ്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ വീടുകളിലും പറമ്പുകളിലും അതായത് ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സസ്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ ഈ സസ്യത്തെ പറിച്ചു കളയാതെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വീടുകളിൽ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർത്താണ് നല്ലത്. അതായത് പറിച്ചു കളയാതെ അത് നമ്മൾ കുറച്ചൊന്ന് വളർത്തിയെടുക്കാം കേട്ടോ. ഈ സസ്യത്തെ വളരെയധികം ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് തഴുതായ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് ബോയർ ഹേവിയ ഡിഫൂസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നിക്റ്റജിനേസി എന്ന് പറഞ്ഞ ഫാമിലിയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന പുനർനവ എന്ന പേരിലാണ്. അപ്പോൾ തഴുതായ്മ കഴിച്ചാൽ അരുതായ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പണ്ടൊരു ചൊല്ലുണ്ട്. അതായത് തഴുതായ്മ കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ചൊല്ല് തന്നെ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നല്ല ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണിത്. നമ്മുടെ വീടുകളിൽ വെറുതെ പറിച്ചു കളയല്ലേ, നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. അത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഘടകം ആ സസ്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അതായത് ഇതിൻ്റെ വേരോ അതിൻ്റെ ഇലയോ ഒക്കെ സാമൂലമായിട്ട് അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് സാമൂലമായിട്ട് നമ്മൾ വെട്ടിത്തിളപ്പിച്ച് കുടിക്കുക തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീര്, അതായത് അമിതമായിട്ട് വന്ന നീരുകളെ വരെ പുറത്തേക്ക് തള്ളാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി കയറിയ ഇൻഫെക്ഷനും എല്ലാം തന്നെ ഈ സസ്യം നമ്മൾ കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഔഷധം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സസ്യത്തെ നമ്മൾ മറക്കരുത്. ഞാൻ ഈ സസ്യത്തിന് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഴുതായ്മ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സസ്യത്തെ എല്ലാവരും ഒന്ന് നോക്കുക. അല്ലെങ്കിൽ മനസ്സിലാവാത്തവരാണെങ്കിൽ ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ വീടുകളിൽ ഒന്ന് ഇറങ്ങി ചുറ്റുവട്ടത്തൊന്ന് നോക്കുക, ഈ സസ്യം ഉണ്ടോ എന്ന് നോക്കുക. ഇത് ചുവന്നതും വെളുത്തതുമായിട്ട്, അതായത് ചുവന്ന തഴുതായ്മയുണ്ട്, വെളുത്ത തഴുതായ്മയുണ്ട്. ചുവന്ന തഴുതായ്മയാണ് ഔഷധ ഗുണമുള്ളത്. അപ്പോൾ ചുവന്ന തഴുതായ്മയാണ് നമ്മൾ ഔഷധത്തിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ചുവന്ന തഴുതായ്മ ഉഷ്ണവീര്യമുള്ളതാണ്. അതായത് ഉഷ്ണവീര്യവും ശീതവീര്യവുമായിട്ടുള്ള സസ്യമുണ്ട്. അപ്പോൾ അതിൽ ചുവന്ന തഴുതായ്മ എന്ന് പറയുന്നത് ശീതവീര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് ചൂട് കാലത്ത് ചുവന്ന തഴുതായ്മ വെറുതെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് ശീതവീര്യമാണ് നൽകുന്നത്. ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളുടെ വൃക്ക രോഗമുള്ള ആളുകൾക്കും കരൾ രോഗമുള്ള ആൾക്കാർക്കായാലും ഹൃദ്രോഗമുള്ള ആൾക്കാർക്കായാലും കണ്ണ് സംബന്ധമായ രോഗമുള്ള ആൾക്കാർക്കായാലും ഒക്കെ തന്നെ കുറേ അതായത് രോഗങ്ങൾ എടുത്തു പറയാനായിട്ട് ഈ വീഡിയോ തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇതൊക്കെ തന്നെ ഈ രോഗങ്ങളുള്ള ആൾക്കാർക്കും ഈ ഒരു സസ്യം കഴിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് നിലനിർത്തി കൊണ്ടുപോകാനും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം നൽകാനും ഒക്കെ തന്നെ സഹായിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.